So, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് DBMS വെച്ചിട്ടാണ്. മൊഡ്യൂൾ 3 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണ്. ഓക്കെ, സോ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് there are keys in database. ഓക്കെ, ഇതെന്ന് പറയുന്നത് പ്രോസസ്സിനെ നോർമലൈസ് ചെയ്യാനും അതേപോലെ തന്നെ നോർമൽ ഫോംസും ഉണ്ട്. ഓക്കെ, ഈ പ്രോസസ്സിന് നോർമലൈസേഷൻ നടത്തുന്നതിനാണ് എന്ത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കീസ് ഉണ്ട്, നോർമലൈസേഷൻ ഉണ്ട്, അതേപോലെ തന്നെ നോർമൽ ഫോംസ് ഉണ്ട്. ആൻഡ് ഇതിൽ നോർമലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് യൂസ് ചെയ്യുന്നത്. This is very good. സെഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫങ്ഷൻ ഡിപ്പെൻഡൻസീസ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ബി ആണ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇൻപുട്ടാണ്. അത് നമ്മൾ ഫങ്ഷൻക്ക് കൊടുക്കും. ഓക്കെ, ആൻഡ് എന്താണ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് ബി കിട്ടും. ഓക്കെ, ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് ദർ. അതായത് സ്ക്വയർ ഓഫ് 5 എന്ന് പറഞ്ഞ് നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫങ്ഷൻ യൂസ് ചെയ്ത ഔട്ട്പുട്ട് എന്ത് വരും, 25 എന്ന് വരും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 5 നമ്മൾ ഇൻപുട്ട് കൊടുത്തു. ഇവിടെ എന്ത് ഫങ്ഷനാണ് യൂസ് ചെയ്യുന്നത്, സ്ക്വയർ ഫങ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഔട്ട്പുട്ട് 25 ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് പറഞ്ഞു അല്ലേ, എഫ് ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് ബി എന്ന് പറഞ്ഞുള്ള ഔട്ട്പുട്ട് കിട്ടും. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ദാറ്റ് ഈസ് എ ഇസ് ടു ബി പറഞ്ഞില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇതിൽ എ എന്ന് പറയുന്നതിനെ എന്ത് പറയും, ഡിറ്റർമിനന്റ് എന്നും, ബി എന്ന് പറയുന്നത് എനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാരണം കൊണ്ടായതുകൊണ്ട് എനെ നമ്മൾ ഡിപ്പെൻഡന്റ് എന്നും പറയും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, വാല്യൂ ഓഫ് എ 2 ഡിറ്റർമൈൻസ് വാല്യൂ ഓഫ് DEF. അതായത് 2ൻ്റെ വാല്യൂ എന്താണോ അതാണ് എന്ത് DEFൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇത് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. എ ഡിറ്റർമൈൻസ് ബി, ബി എന്ന് പറയുന്നത് ഡിറ്റർമൈൻഡ് ബൈ എ നിന്നാണ് ഡിറ്റർമൈൻ ആയിരിക്കുന്നത്. അതിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. എ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഈസ് എ കൺസ്ട്രെയിന്റ് ദാറ്റ് സ്പെസിഫൈസ് ദ റിലേഷൻഷിപ്പ് ഓഫ് വൺ ആട്രിബ്യൂട്ട് ടു അനദർ ആട്രിബ്യൂട്ട് ഇൻ എ റിലേഷൻ ഓർ എ ടേബിൾ. അതായത് ഇതെന്ന് പറയുന്നത് ഒരു കൺസ്ട്രെയിൻ ആണ്. ഇതെന്താ സ്പെസിഫൈ ചെയ്യണേ, റിലേഷൻഷിപ്പാണ്. ഒരു ആട്രിബ്യൂട്ടിൽ നിന്ന് മറ്റൊരു ആട്രിബ്യൂട്ടിക്കുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ എന്ത് പറയണത്, കാണിക്കുന്നത്, ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വേറെ അതായത് ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻറ് റോൾ നമ്പർ, ഇവിടെ സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പർ ഉണ്ട്. ഇത് എന്ന് പറയുന്നതിൻ്റെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ സ്റ്റുഡൻറ് നെയിം വന്നു, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം വന്നു, ഡിപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് വന്നു. അതായത് 3 എന്ന് പറയുന്നത് PQRIT A3. ഇതിൽ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ഇതിൽ ഡിപ്പെൻഡന്റ്, ഇതിൽ 1 എന്താ എന്തിനെയാണ് ആക്കണത്, A. 2 എന്താണ്, B. ഇതിൽ രണ്ടും ഡിഫറെൻ്റ് ആണല്ലേ. സോ ഇതെന്ന് പറയണതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന കേസ്. ഓക്കെ, ആദ്യം ഡിസ്കസ് ചെയ്യുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, you have determinant and dependent and
ഓക്കെ. ഓക്കെ, സോ ഇതിൽ ആദ്യത്തെ പറയുന്നത് 1 2 a b. ഓക്കെ, വാലിഡ് ആയിട്ടുള്ള ഫങ്ഷൻ ആണ്. ലിസൺ, ഇതിലൊന്ന് ശ്രദ്ധിച്ച്, ഇത് രണ്ടും വേറെയാണ്, ഇത് രണ്ടും വേറെയാണ്, റൈറ്റ്? ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കേ, ഡിപ്പാർട്ട്മെന്റ് നെയിം നമ്മൾ എടുത്തു. ഇതിൽ രണ്ടവിടെയും CS ഉണ്ട്, റൈറ്റ്? അപ്പോൾ അതിലെന്ത് വരും? ഡിപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് എന്നും പറയുന്നത് സെയിം തന്നെയല്ലേ വരിക. ഇതെന്ന് പറയുന്നത് എന്താ പറയുക? ഡിറ്റർമിനന്റ് ആർ ഗിവിംഗ് സെയിം ഡിപ്പെൻഡന്റ്. അതാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. That is, it is giving same determinant same dependent വരുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഒരു വാലിഡ് ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോക്കിക്കേ, ഡിപ്പാർട്ട്മെന്റ് നെയിം. ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നെയിം. ഡിപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ഉണ്ട് ഇവിടെ. EC എന്ന് പറയുന്നത് എന്താ പറയുക? സെയിം ബിൽഡിങ്ങിലായിക്കൂടെ രണ്ട് ഡിപ്പാർട്ട്മെന്റ്? അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതായത് ഡിറ്റർമിനന്റ് രണ്ടും വേറെ ആയിരിക്കും, പക്ഷെ ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് അടുത്ത കേസ്. അതായത് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് രണ്ടും ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ ഇവിടുത്തെ ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നത് രണ്ടും സെയിം ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു വാലിഡ് ഫംഗ്ഷൻ തന്നെയാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റുഡന്റ് നെയിം. ഇതാണ് നമ്മുടെ സ്റ്റുഡന്റ് നെയിം. രണ്ട് പേരുടെ പേരൊന്നാണ്, പക്ഷെ ഇവരുടെ രണ്ട് പേരുടെയും ഡിപ്പാർട്ട്മെന്റ് രണ്ടാണ്. സോ അതാണ് ഇവിടെ കാണിക്കണേ. ഡിപ്പെൻഡന്റ് ഡിഫറെന്റ് ആണ്, പേരൊന്നാണ്. ഓക്കെ, പേരൊന്നാണ്, പക്ഷെ എന്താണ്? ഡിപ്പാർട്ട്മെന്റ് വേറെയാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇൻവാലിഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് കേട്ടോ. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണ്. ഓക്കെ, അപ്പോൾ ഇത് 4 എണ്ണമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. വി ഹാവ് ഡിസ്കസ് ലൈക്ക് ഈ 4 കേസസ്. ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇതിൽ രണ്ടും ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഇതിൽ ഡിപ്പെൻഡൻറ്റ് ഒരേപോലെയാണ്, ഇതിൽ ഡിറ്റർമിനൻ്റ് ഒരേപോലെയാണ്. ഓക്കെ, ഈ 4 കേസസ് നമ്മൾ പറഞ്ഞു. ഇതിൽ വേറൊരു കാര്യം പറഞ്ഞത് ഇത് സെയിം തന്നെയാണ്. ഇത് നമ്മുടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എന്താന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് നോർമലൈസേഷനെ പറ്റിയിട്ടാണ്. എന്താ നോർമലൈസേഷൻ? നോർമലൈസേഷൻ ഇസ് എ ഡേറ്റാബേസ് ഡിസൈൻ ടെക്നിക്. ഡേറ്റാബേസ് ഡിസൈൻ ടെക്നിക്കാണ് എന്ത്? നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റെഡ്യൂസ് ഡേറ്റ റിഡൻഡൻസി. ഡേറ്റ റിഡൻഡൻസി ഇത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡേറ്റ ഇൻറ്റഗ്രിറ്റി ഇതെന്ന് പറയുന്നത് ഇംപ്രൂവ് ആക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ഡേറ്റ ഇൻറ്റു വെൽ സ്ട്രക്ചേർഡ് ടേബിൾ. വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടേബിൾസിക്ക് ഇതിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. Normalization is a technique of organizing data. Okay, it is a technique in organizing data into multiple related tables to minimize data redundancy. Multiple related ആയിട്ടുള്ള ടേബിളിലേക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാണ്. ഇത് എന്തിനാ ചെയ്യണേ? ഡേറ്റ റിഡൻഡൻസി കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? നോർമലൈസേഷൻ ചെയ്യണത്. ഓക്കെ, വൈ ഡു വി നീഡ് നോർമലൈസേഷൻ? നമുക്ക് ആവശ്യം എന്താ? ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യാൻ വേണ്ടി, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡേറ്റ സ്റ്റോറേജിന് വേണ്ടി, അതേപോലെ തന്നെ ഈസി ആയിട്ട് ഡേറ്റ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഓക്കെ, ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റോറേജിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഡേറ്റ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നോർമലൈസേഷൻ്റെ ആവശ്യം. ഓക്കെ, ഈ ഡേറ്റ റിഡൻഡൻസി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇൻഎഫിഷ്യൻസീസ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഡേറ്റ റിഡൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതാദ്യം പറഞ്ഞു തരട്ടെ. അതായത് റിപ്പീറ്റേഷൻ ആണ്, റിപ്പീറ്റബിൾ ആയിട്ടുള്ള ഡേറ്റ വരുന്നത്. അതായത് ഒരേ ഡേറ്റ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, സ്റ്റോറേജ് വേസ്റ്റ് ആയി പോവല്ലേ. അതേപോലെ തന്നെ സെയിം ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് സ്റ്റോർ ചെയ്തൊക്കെയാണ്. ഇതെന്ന് പറയുന്നത് എന്ത് കാരണമാവും, ഇതെന്ന് പറയുന്നത് കോസ്റ്റും കൂടുതലാവും, കോംപ്ലക്സിറ്റിയും കൂടുതലാവും, അതേപോലെ തന്നെ ഇൻകൺസിസ്റ്റൻസിക്കും ലീഡ് ചെയ്യും. സ്റ്റോറേജ് കൂടും, അതേപോലെ തന്നെ ഒരേ ഡേറ്റ മൾട്ടിപ്പിൾ ടൈം സ്റ്റോർ ചെയ്തെക്കണം, കോസ്റ്റും അതേപോലെ തന്നെ കോംപ്ലക്സിറ്റിയും കൂടും, ഇൻകൺസിസ്റ്റൻസിക്ക് കാരണം. ഓക്കെ, പ്രോബ്ലംസ് ഡ്യൂ ടു റിഡൻഡൻസീസ് എന്തൊക്കെയാണ്? 3 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണുള്ളത്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. റിഡൻഡൻസിയുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസേർഷൻ അനോമലി, ഇൻസേർഷൻ ഉണ്ടായിരിക്കും, ഡിലീഷന് പ്രശ്നം ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അപ്ഡേഷന് പ്രശ്നം ഉണ്ടായിരിക്കും. ഇൻസേർഷൻ, ഡിലീഷൻ, അപ്ഡേഷൻ. ഓക്കെ, ഓക്കെ. സോ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഇൻസേർഷൻ അനോമലി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാവുക? ന്യൂ ഡേറ്റ കനോട്ട് ബി ഇൻസേർട്ടഡ്. ഇൻസേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല, അതാണ് പ്രശ്നം. ബിക്കോസ് ഓഫ് സം അതർ ഡേറ്റ ഇസ് മിസ്സിംഗ്. ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്തത്? വേറെ ചില ഡേറ്റ മിസ്സിംഗ് ആയ കാരണം കൊണ്ടാണ് നമുക്ക് ഈ ഡേറ്റ കയറ്റാൻ പറ്റാത്തത്. കനോട്ട് ആഡ് എ ന്യൂ കോഴ്സ് വിത്തൗട്ട് എൻറോളിങ് എ സ്റ്റുഡൻറ്. അതായത് ഒരു കുട്ടീനെ കയറ്റാണ്ട് നമുക്ക് പുതിയൊരു കോഴ്സ് ആഡ് ചെയ്യാൻ പറ്റില്ല. അതൊരു എക്സാമ്പിൾ ആണ് ഇതിൻ്റെ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിലീഷൻ അനോമലി ആയിരിക്കും. ഡിലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒബ്വിയസ് അല്ലേ? occurs when deleting data causes loss of other data. അതായത് ഒരു ഡേറ്റ ഡിലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കുറേ ഡേറ്റ ഒരേ സമയം ഡിലീറ്റ് ആയി പോകും. അതായത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡ് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും ഒരുമിച്ചാണ് ഡിലീറ്റ് ആയി പോകും. ഇത് ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഒക്കെ ഡിലീറ്റ് ആയി പോകുന്നതിനെയാണ് അത് പറയുന്നത്. ഇനി അടുത്തത് അപ്ഡേഷൻ അനോമലി. അപ്ഡേഷനിൽ എന്താ പ്രശ്നം? occurs when same data appear multiple time. ഓക്കെ, സെയിം ഡേറ്റ മൾട്ടിപ്പിൾ ടൈംസ് വരുന്നതിനെയാണ് എന്ത് പറയണത്? അപ്ഡേഷൻ അനോമലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്ഡേറ്റ്സ് വൺ പ്ലേസ് ബട്ട് നോട്ട് ഒക്കേഴ്സ് ഇൻകൺസിസ്റ്റൻസി. ഇതെന്ന് പറയുന്നത് ഒരു പ്ലേസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു നിൽക്കുക, പക്ഷേ ഇതെന്ന് പറയുന്നത് വേറെ സ്ഥലത്ത് അപ്ഡേഷൻ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇൻകൺസിസ്റ്റൻസിക്ക് കാരണം. അതായത് നമ്മൾ ഇൻസ്ട്രക്ടറിൻ്റെ പേര് മാറ്റി, മസ്റ്റ് അപ്ഡേറ്റ് ഇൻ ഓൾ റോ. ഈ ഇൻസ്ട്രക്ടറിൻ്റെ പേര് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാ റോസിലും മാറണ്ടേ? ഒരു സ്ഥലത്ത് മാത്രം മാറിയിട്ട് കാര്യമില്ലല്ലോ. അതിനെയാണ് പറയണത്. അതായത് ഇവിടെ മാറ്റിക്കഴിഞ്ഞാൽ എയുടെ നേരെയുള്ള എല്ലാവരും മാറണം. ഓക്കെ, അതായത് CSCക്കാണ് ഇപ്പോൾ ഇയാൾ എടുക്കുന്നതെങ്കിൽ CSCയിലുള്ള എല്ലാവർക്കും ഇയാളായിരിക്കും. ഇത് നേരത്തെ പറഞ്ഞ തന്നെ എന്താ നോർമലൈസേഷൻ ഇതെന്ന് പറയുന്നത്? ടേബിൾസിനെ ഓർഗനൈസ് ചെയ്തൊക്കെയാണ്. ലാർജ് ടേബിൾസിനെ ചെറിയ ടേബിൾസ് ആക്കി വെക്കുകയാണ് ചെയ്യണത്. ഇതെന്ന് പറയുന്നത് അനോമലീസും റിഡൻഡൻസി റിമൂവ് ചെയ്യും. ഓക്കെ, ടേബിൾസിനെ ഓർഗനൈസ് ചെയ്തേക്കുക, വലിയ ടേബിൾസിനെ ചെറുതാക്കുക, അതേപോലെ തന്നെ റിഡൻഡൻസിയും അതേപോലെ തന്നെ അനോമലീസും കുറയ്ക്കുക. ഇനി ഇതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ദാറ്റ് ഈസ്
നോർമൽ ഫോംസ്. എന്തൊക്കെയാണ് നോർമൽ ഫോംസ്? ആദ്യത്തെ എന്ന് പറയുന്നത് 1NF, ഫസ്റ്റ് നോർമൽ ഫോം. രണ്ടാമത്തെ എന്ന് പറയുന്നത് 2NF, സെക്കൻഡ് നോർമൽ ഫോം. അടുത്തത് എന്ന് പറയുന്നത് 3NF, തേർഡ് നോർമൽ ഫോം. അത് കഴിഞ്ഞ് വരുന്നതാണ് BCNF, ബോയ്സ് കോൾഡ് നോർമൽ ഫോം. ഓക്കെ, ഇത് നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ സിലബസിൽ പഠിക്കാനില്ല. 2024 സ്കീമിൽ ഇത് 3 പറ്റിയിട്ടാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ ആണോ? സോ നമുക്ക് തുടങ്ങല്ലേ ആദ്യത്തെ വെച്ചിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് നോർമൽ ഫോം. ഓക്കെ, A relation will be 1NF if the domain of the attribute must include only atomic values. ആദ്യത്തെ കണ്ടീഷൻ ആണ് atomic values മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. It says that an attribute of a table cannot hold multiple values. ഒരു ടേബിളിലെ ആട്രിബ്യൂട്ട്സിന് എന്താണ് മൾട്ടിപ്പിൾ വാല്യൂസ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഓൺലി ഹോൾഡ് സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ഈ അറ്റോമിക് എന്ന് പറയുന്നത്. ഓക്കെ, സിംഗിൾ valued attribute. Okay, first normal form disallows the multi-valued attribute, composite attribute and their combination. First form allow ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോം ഡിസലോസ്. ഇതിൽ ഫസ്റ്റ് ഫോം മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടിനെയും കമ്പോസിറ്റ് ആട്രിബ്യൂട്ടിനെയും അതേപോലെ തന്നെ അതിൻ്റെ കോമ്പിനേഷനെ ഒന്നും അലോ ചെയ്തില്ല. ഓൾ എൻട്രീസ് ഓഫ് ദ കോളം മസ്റ്റ് ബി സെയിം ടൈപ്പ്. എല്ലാ ഇതും സെയിം ടൈപ്പ് ആയിരിക്കണം. അതേപോലെ തന്നെ ഓരോ കോളത്തിനും യുണീക്ക് നെയിം വേണം. അതേപോലെ തന്നെ നൗ 2 rows ആർ ഐഡന്റിക്കൽ. ഓക്കെ, അതായത് ഇവിടെ പറയണൊക്കെയോ ഫസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ പ്രോഗ്രാമിൽ 2 കിടക്കുന്നുണ്ട്, വെബിൽ 3 കിടക്കുന്നുണ്ട്. സോ നമ്മൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതണം? അറ്റോമിക് ആയിട്ട് എഴുതണം. ഓരോന്നായിട്ട് എഴുതണം. കണ്ട, മാറ്റി എഴുതി കണ്ടില്ല? ഇതുപോലെ. ഓക്കെ, അടുത്തതാണ് ടു എൻ എഫ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? before we learn about 2NF we need to understand the following. ആദ്യത്തെ എന്ന് പറയുന്നത് പ്രൈം ആട്രിബ്യൂട്ട്. ഓക്കെ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തെ പ്രൈം ആട്രിബ്യൂട്ട് എന്താണ്? എന്താ ഈ പ്രൈം ആട്രിബ്യൂട്ട്? പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an attribute which is a part of a candidate key is known as prime attribute. Part of candidate key. Candidate keyയുടെ ഒരു പാർട്ട് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? പ്രൈം ആട്രിബ്യൂട്ട് ആണ് പറയാം. അടുത്തത് എന്ന് പറയുന്നത് നോൺ പ്രൈം ആയിട്ടുള്ള ആട്രിബ്യൂട്ട്. എന്താ ഈ നോൺ പ്രൈം ആട്രിബ്യൂട്ട്? An attribute which is not part of a prime key. പ്രൈം കീയുടെ പാർട്ട് അല്ലാത്തതിനെയാണ് ഓക്കെ നമ്മൾ എന്ത് പറയുന്നത്? നോട്ട് പാർട്ട് ഓഫ് എ പ്രൈം കീ. ഈ പ്രൈം കീയിൽ ഇല്ലാത്തത് ഒക്കെ എന്തായിരിക്കും? നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കും. അതായത് കാൻഡിഡേറ്റ് കീ അല്ലാത്തത് നടത്തും. ഇൻ 2NF ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് 1NF ആയിരിക്കണം. 2NF ആവണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ 1NF ആയിരിക്കണം. എവറി നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഷുഡ് ബി ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡന്റ് ഓൺ പ്രൈം കീ ആട്രിബ്യൂട്ട്. ഓക്കെ, ഇഫ് ദാറ്റ് ഇസ് x is to a എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണ് നിൽക്കുക. ഇഫ് വി റിമൂവ് എനി ആട്രിബ്യൂട്ട് ഫ്രം എക്സ്, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് നമ്മൾ റിമൂവ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ഏലും ഉണ്ടാവരുത് എന്നാണ് പറയണത്. അടുത്തത് എന്ന് പറയുന്നത്
അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് 1NF പോലെ. ഇതിൽ പാർഷ്യൽ ഡിപ്പെൻഡൻസി, അതായത് ഇഫ് ദ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് കാൻഡിഡേറ്റ് കീ ഡിറ്റർമൈൻസ് എ നോൺ പ്രൈം ആട്രിബ്യൂട്ട്, അതിനെ പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്നാണ് പറയുക. അതായത് പാർഷ്യൽ ഡിപ്പെൻഡൻസി എപ്പോഴാവുക, അതിൽ കാൻഡിഡേറ്റ് കീയുടെ സബ്സെറ്റ് വരുമ്പോൾ. അതെന്ന് പറയുന്നത് 2NF ഉണ്ടാവരുത്, പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടാവരുത്. അതായത് എന്തുണ്ടാവരുത്, സബ്സെറ്റ് ഓഫ് കാൻഡിഡേറ്റ് കീ ആവരുത്. എക്സാമ്പിൾ പറഞ്ഞുതരാം. സപ്പോസ് ഈ സ്കൂൾ വാണ്ട് ടു സ്റ്റോർ ഡേറ്റ ഓഫ് ടീച്ചർ ID ആൻഡ് സബ്ജക്റ്റ്. സോ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒബ്വിയസ്ലി എന്താണ്, ടീച്ചർ ID ഉണ്ടായിരിക്കും, സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഈ ടീച്ചറുടെ ഏജ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ. സോ നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നതാണ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്. സോ എന്താണ് ഇത്, ടീച്ചർ ഏജ് ആയി അല്ലേ. ഇതിൽ ടീച്ചർ ID വെച്ചിട്ട് നമുക്ക് എന്താണ്, ടീച്ചർ ഏജ് കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, ടീച്ചറുടെ ഏജ് കിട്ടുമല്ലോ. ദ ടേബിൾ is in 1NF because each attribute, ഈ ടേബിൾ തന്നിരിക്കുന്നത് മൊത്തം 1NF ആണ്. കാരണം ഇതിൽ നോക്കിക്കേ, കണ്ടോ, റിപ്പീറ്റഡ് ആയിട്ടൊന്നുമില്ല, എല്ലാം അറ്റോമിക് വാല്യൂസ് ആണ്. In the given table, non-prime attribute teacher age is dependent on teacher ID. ടീച്ചർ ഐഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടീച്ചർ ID ഇരിക്കുന്നത്, ടീച്ചർ ഏജ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സബ്സെറ്റ് ഓഫ് കാൻഡിഡേറ്റ് കീ അല്ലേ? ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് 2NF വയലേറ്റ് ആയില്ലേ? ഇത് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, സബ്സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. This violates the rule of 2NF as the rule says no non-prime attribute is dependent on a proper subset of any candidate key in the table. Okay? So ഇതെന്ന് പറയുന്നത് 2NF ആവില്ല പറയാം. ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടതാണ് എന്ത്, 3NF. So 3NF എന്താ പറയണേ? A table design is said to be 3NF if the both condition holds. ആദ്യത്തെ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് എന്തായിരിക്കണം എന്ന് പറയുന്നത് 2NF ആയിരിക്കണം. 2NF ആവണമെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കണം? 1NF ആയിരിക്കണം. സോ ഇത് രണ്ടും കണ്ടീഷൻ വേണം. And no non-prime attribute is transitively dependent. Transitively dependent ആവരുത് on prime key attribute. For the function dependency x is to a, functional dependency x is to a, then either ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കണം? സൂപ്പർ കീ ആയിരിക്കണം. അതേപോലെ തന്നെ ഓർ എ എന്ന് പറയുന്നത് ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. ഓക്കെ, എക്സാമ്പിൾ പറയാം. സോ ഇതിൽ എബോവ് സ്റ്റുഡൻറ് ഡീറ്റെയിൽസ്, സ്റ്റുഡൻറ് ID എന്ന് പറയുന്നത് ഈസ് എ കീ ആൻഡ് ഓൺലി പ്രൈം കീ ആട്രിബ്യൂട്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് പ്രൈം കീ ആട്രിബ്യൂട്ട് ആണ്. ഇതിൽ സ്റ്റുഡൻറ് ID എന്ന് പറയുന്നത് സ്റ്റുഡൻറ് നെയിമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റുഡൻറ് ID എന്ന് പറയുന്നത് സിപ്പിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ ദിസ് ഐഡൻറ്റിഫൈഡ് ബൈ സിപ്പ് ഇറ്റ് സെൽഫ്, ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ സിപ്പ് വെച്ചിട്ട് സിറ്റി കണ്ടുപിടിച്ചൂടെ? അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് 3NF വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇതെന്ന് പറയുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് സിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇതെന്ന് പറയുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് സിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്ന കാരണം കൊണ്ട് എന്താണ് ഇതെന്ന് പറയുന്നത്, സിറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ക്യൂ അല്ല, സിറ്റി എന്ന് പറയുന്നത് ഒരു പ്രൈമറി ആട്രിബ്യൂട്ടും അല്ല. എക്സിസ് ടു എ കേസിൽ സൂപ്പർ ക്യൂ അല്ല. ഇതെന്ന് പറയുന്നത് ഇത് സൂപ്പർ ക്യൂ അല്ല. ഇതെന്ന് പറയുന്നത് എന്താണ്? പ്രൈം ആട്രിബ്യൂട്ടും അല്ല. സോ നമുക്ക് എന്താവും? അഡീഷണലി
സ്റ്റുഡൻറ് ഐ ഡി എന്ന് പറയുന്നത് സിപ്പിക്ക് വരും, സിപ്പ് സിറ്റിക്ക് പോവും. അവിടെ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എക്സിറ്റ് ചെയ്യുന്നുണ്ട്. ഈ റിലേഷനെ തേർഡ് ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റുഡൻറ് ഐ ഡി സ്റ്റുഡൻറ് ഇതിൽ ഈ സിറ്റീനെ എടുത്ത് കളയുക. എന്നിട്ട് ഇതിനെ സിപ്പും സിറ്റിയുമായിട്ട് വേറൊരു ഇതുണ്ടാക്കും, സിപ്പ് കോഡ് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ തേർഡ് സാധനം പോയി കിട്ടും, 3NF പോയി കിട്ടും. ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് റിഡൻഡൻസിയുടെ? സോ ഇത് 3 ഓർത്തിച്ചോളൂ കേട്ടോ. ഇതെന്ന് പറയണത് ഈ ട്രാൻസിറ്റിവിറ്റി എന്താണെന്നറിയില്ലേ? A:B, B:C. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്, A:C. ഓക്കെ, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. റെഡ്യൂസ് റിഡൻഡൻസി, ഇത് നമ്മൾ റിഡൻഡൻസി കുറയ്ക്കും, അനോമലീസ് കുറയ്ക്കും, ഡേറ്റ കുറേ കൂടി കൺസിസ്റ്റൻ്റ് ആക്കും. അതേപോലെ തന്നെ കുറേ കൂടി ബെറ്റർ ഡേറ്റാബേസ് ഡിസൈൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ ആണോ? കൺക്ലൂഷൻസ് ആയിട്ട് പറഞ്ഞുതരാം. നോർമലൈസേഷൻ എന്ന് പറയുന്നത് DBMSൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ കൂടി എഫിഷ്യൻറ്റും അതേപോലെ തന്നെ റിലയബിളും ആയിട്ടുള്ള ഡേറ്റാബേസ് ഉണ്ടാക്കാൻ പറ്റും. ഇൻസേർഷൻ, ഡിലീഷൻ, അപ്ഡേഷൻ്റെ ഒക്കെ അനോമലീസും നമുക്ക് കളയാൻ പറ്റും. ഓക്കെ ആണോ? ഇനി നമ്മൾ പഠിക്കാൻ പോണത് എന്തിനെ പറ്റിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് transaction management in DBMS. ട്രാൻസാക്ഷൻ മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ് പഠിക്കണം. സോ ആദ്യം നമുക്ക് എന്ത് പഠിക്കണം? ഇതിൽ എന്താണ് ട്രാൻസാക്ഷൻ എന്ന് അറിയണ്ടേ? ഓക്കെ, സോ ട്രാൻസാക്ഷൻ എന്താ? ട്രാൻസാക്ഷൻ ഇസ് എ പ്രോഗ്രാം യൂണിറ്റ് ആണ് whose execution may change the content of the database. Okay, program unit ആണ്, എക്സിക്യൂഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡേറ്റാബേസസിൽ ചേഞ്ചസ് ഉണ്ടാവാം. അതിനെയാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓഫ് ദ ഓപ്പറേഷൻസ് ഇൻസൈഡ് ട്രാൻസാക്ഷൻ എന്തൊക്കെയാണ്? സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്. ഇതിൽ ഇൻസേർട്ട് ചെയ്യുക, പൈസ ഇൻസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുക എന്നാണ് അർത്ഥം. ഓക്കെ, ഈ 3 ഓർത്തിച്ചോളെ. സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്. ഇൻസേർട്ട് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പൈസ ഉള്ളിലേക്ക് ഇടുക. അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ ആണോ? അടുത്തത് പഠിക്കാനുള്ളത് എന്താണ്? ഡേറ്റാബേസ് സ്റ്റേറ്റും അതേപോലെ തന്നെ അതിൻ്റെ കൺസിസ്റ്റൻസിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ എന്താ ഡേറ്റാബേസ് സ്റ്റേറ്റ്? എ ട്രാൻസാക്ഷൻസ് മൂവ്സ് ദ ഡേറ്റാബേസ് ഫ്രം വൺ കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ് ടു അനദർ. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് വേറൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസാക്ഷൻ. അതായത് ഡേറ്റാബേസ് ബിഫോർ ട്രാൻസാക്ഷൻ എക്സിക്യൂഷൻ നടക്കും. അതിനുശേഷം എന്താണ്? ഡേറ്റാബേസ് ആഫ്റ്റർ ട്രാൻസാക്ഷൻ. ഇതാണ് 3. ആ ട്രാൻസാക്ഷൻ നടക്കുന്നതിൻ്റെ മുമ്പ്, ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ, ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം. ഡേറ്റാബേസ് മസ്റ്റ് റിമെയിൻ കൺസിസ്റ്റൻസ് ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ. സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കണം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെ, നമ്മുടെ കയ്യിൽ എയിൽ ബാലൻസ് എത്രയാണ്? 300 ആണ് ഇരിക്കുന്നത്. 4ൽ എത്രയാണ്? ബിയിൽ എത്രയാണ്? 400 ആണ് ഇരിക്കുന്നത്. സോ നമ്മൾ ബാലൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടെണ്ണത്തിൻ്റെ എന്താണ്? 700 ആണ്, റൈറ്റ്? ഇതെന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ് ആണ്. ഇതിലിപ്പോൾ ഒരു ചേഞ്ചസും വരില്ല. എയിലുള്ള എമൗണ്ട് അങ്ങോട്ടും പോവില്ല, ബിയിലുള്ള എമൗണ്ട് ഇങ്ങോട്ടും വരില്ല. ഇനി സ്റ്റെപ്സ് ഇൻ മണി ട്രാൻസാക്ഷൻ ട്രാൻസ്ഫർ. എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നടക്കുന്നത്? ആദ്യം നമ്മൾ എനെ റീഡ് ചെയ്തു. എന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു 100 rupees എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ വാല്യൂ റൈറ്റ് ചെയ്തു. ഓക്കെ, ആ വാല്യൂ ഇപ്പോൾ ഫിക്സ് ആയി, ആ മൈനസ് ചെയ്ത വാല്യൂ നമ്മൾ എന്നിട്ട് ബീനെടുത്തു. ബിക്ക് ഒരു 100 രൂപ ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഇവിടുത്തെ മണി ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്തേക്കണം. എന്നിട്ട് അതിനെ ഫിക്സ് ആക്കി. ഓക്കെ, ഇവിടെ ആഫ്റ്റർ
ട്രാൻസാക്ഷൻ എന്ത് നടക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ എയിൽ എന്തുണ്ടായിരുന്നേ 300 ആയിരുന്നു അല്ലേ. 300 നമ്മൾ 100 മൈനസ് ചെയ്തപ്പോൾ അതെന്ന് പറയുന്നത് 200 ആയി. ബിയിൽ എത്രയായിരുന്നു 400 ആയിരുന്നു അല്ലേ. അതിലേക്ക് നമ്മളൊരു 100 ആഡ് ചെയ്തു, അതെന്ന് പറയുന്നത് ബി എൽ. ഇപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എ പ്ലസ് ബി എന്ന് പറയുന്നത് 100 അല്ലേ. ഇത് ഇപ്പോഴും കൺസിസ്റ്റന്റ് അല്ലേ. അതായത് ബിഫോർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നതും 700 ആയിരുന്നു, ആഫ്റ്റർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നതും 700 ആണ്. ഇവിടെ കൺസിസ്റ്റൻസി പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ദാറ്റ് ഈസ് ആസിഡ് പ്രോപ്പർട്ടി. ആസിഡ് പ്രോപ്പർട്ടി എന്താ? ആസിഡ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷനും ആസിഡ് പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യണം. ആദ്യത്തെ ആസിഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഐ വിൽ ജസ്റ്റ് ഡു ദിസ്. A for atomicity, C for consistency, I for isolation, and D for durability. Okay, atomicity, consistency, isolation and durability. നമുക്കിനി ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അറ്റോമിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറ്റോമിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓർ നത്തിങ്. ഓക്കെ, ഒന്നെങ്കിൽ എല്ലാം നടക്കും അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. Either all operation of the transaction are completed or none of them apply to the database. അതായത് രണ്ടിൻ്റെയും ഇന്റർമീഡിയറ്റ് കിടന്നിട്ടുള്ള ഒരു സംഭവമില്ലേ, അതൊരിക്കലും ഇവിടെ നടക്കില്ല. അടുത്തതെന്ന് പറയുന്നതാണ് കൺസിസ്റ്റൻസി. A transaction must bring the database from one consistent state to another. ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് വേറൊരു സ്റ്റേറ്റിലേക്ക് നല്ല വൃത്തിക്ക് കൊണ്ടുവരണം. All integrity constraints must be satisfied after the transaction. Integrity constraints എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഐസൊലേഷൻ. എന്താ ഐസൊലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, നോൺ കൺകറന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. അതായത് എ ബി, അതായത് ഒരേപോലെ ട്രാൻസാക്ഷൻ ഒരേ സമയത്ത് നടക്കുക നിൽക്കുക. അതായത് ഇവിടത്തെയും എന്ന് പറയുന്നത് മിക്സ് ആയി പോകാൻ പാടില്ല. ഇതെന്ന് പറയുന്നത് എയുടെ ട്രാൻസാക്ഷൻ എയുടെ ഭാഗമായിട്ട് നടക്കണം, ബിയുടെ ട്രാൻസാക്ഷൻ ബിയുടെ ഭാഗമായിട്ട് നടക്കണം. ഓരോ ട്രാൻസാക്ഷനും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത് ഐസൊലേഷൻ എന്ന് പറഞ്ഞത്. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വൺസ് ഈ ട്രാൻസാക്ഷൻ ഇസ് കമ്മിറ്റഡ്, ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിരിക്കണം അതിൻ്റെ ചേഞ്ചസ്. ഡേറ്റ എന്ന് പറയുന്നത് സിസ്റ്റം ക്രാഷ് ഉണ്ടായാലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഓക്കെ, നമുക്കിതിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒരു സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ചേഞ്ചസ് ദ ഡേറ്റാബേസ് ഫ്രം വൺ കൺസിസ്റ്റന്റ് ചേഞ്ച് ടു അനദർ കൺസിസ്റ്റന്റ് സ്റ്റേറ്റ്. ആസിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഡാറ്റ ബേസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് കുറേയും കൂടി റിലയബിൾ ആക്കുന്നുണ്ട്. ഓക്കെ ആണോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വാട്ട് ഗോസ് റോങ്. ഓക്കെ, നമ്മൾ ആദ്യം എക്സിനെ റീഡ് ചെയ്തെടുത്തു. എക്സിൻ്റെ വാല്യൂ പറയുന്നത് 1000 ആണ്. ഓക്കെ, അതിനുശേഷം അപ്പുറത്തെ ട്രാൻസാക്ഷൻ ആണ്, ഇവിടെയും എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1000 ആണ്. ഇനി എക്സ് ഇവിടെ എന്താ നടക്കണേ? ഇതിക്കൊരു 500 കൂട്ടുകയാണ്, അപ്പം ഇത് 1500 ആയി. ഓക്കെ, ഇവിടെ പക്ഷെ ഇതെന്ന് പറയണത് എന്താണ്? റൈറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, റൈറ്റ് ചെയ്തിട്ടില്ല. സോ ഇവിടെ എന്താ വരിക? 100 വരിക. ഇവിടെയും എന്ത് നടക്കുന്നുണ്ട്? 200 മൈനസ് ചെയ്യുന്നുണ്ട്, 800 ആക്കുന്നുണ്ട്. പക്ഷേ ഇവിടത്തെയും സാധനം റൈറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇതെന്ന് പറയുന്നത് ഇത്ര ഇതായി, റൈറ്റ്? ആൻഡ് ഇവിടെ എന്ത് പറയും? റൈറ്റ് ചെയ്തു. ഇപ്പൊ ഇവിടത്തെ റൈറ്റ് ചെയ്തു. സോ ഇവിടത്തെ എന്ന് പറയുന്നത് എന്തായി? 1500 ആയി. പക്ഷേ ഇവിടത്തെ ഇതിന് ശേഷമാണ് എഴുതണേ, ദാറ്റ് ഇസ് 800 ആക്കി. ഇവിടെ 800 വന്നു. പക്ഷെ അപ്പൊ ഇവിടെ നടന്നത് എന്താണ്? ഇറേസ് ആയി പോയില്ലേ?
ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ഇത് വേറൊന്നാണ്, ദാറ്റ് ഈസ് ഇവിടെ നമ്മുടെ കയ്യിൽ ABC ഉണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം എനെ റീഡ് ചെയ്തു, A10, ഇവിടെയും A10 ആണ്. മൂവ് 5 ഫ്രം A to C, നമ്മുടെ എയിൽ നിന്ന് സിയിലേക്ക് 5 എണ്ണം കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ എന്തുണ്ടായി, 5 എണ്ണം ഇവിടെ ഉണ്ട്. ഓക്കെ, അതായത് 10ൽ നിന്ന് 5 ആയി ഇവിടെ. പക്ഷേ ഇവിടെ ആരാ, 30 തന്നെ അല്ലേ, ഇവിടെ 5 എത്തിയിട്ടില്ല ഇതുവരെ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ 5. ഇവിടെ B20 റീഡ് ചെയ്ത് എടുത്തു, ആഡ് 5 ടു C. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്തായി, 5 ആഡ് ആയിട്ടോ, ഈ സ്റ്റെപ്പിൽ 5 ആഡ് ആയി. റീഡ് C 35 നമ്മൾ റീഡ് ചെയ്തു. ഓക്കെ, ഇപ്പം എല്ലാം കറക്റ്റായി വന്നില്ലേ? ഓക്കെ, ഇത് വേറൊരു എക്സാമ്പിൾ ആണ്. ദാറ്റ് ഈസ് നമ്മൾ A100 എടുത്തു, സോറി 1000 എടുത്തു. എ എവിടെ ഇരിക്കുന്നുണ്ട്, എ അപ്ഡേറ്റഡ് ടു 500, അതായത് എയിൽ നിന്ന് നമ്മൾ 500 മൈനസ് ചെയ്തു, എ എന്നിപ്പോൾ പറയുന്നത് 500 ആയി. ഓക്കെ, ആൻഡ് നമ്മൾ ബി റീഡ് ചെയ്തു, ദാറ്റ് ഈസ് 2000. ഇനി സി എന്ന് പറയുന്നത് 300ൽ നിന്ന് 3500ക്ക് അപ്ഡേറ്റഡ് ആയി. ഓക്കെ, സി എന്ന് നമ്മൾ റീഡ് ചെയ്തെടുത്തു, അത് അപ്പം ഈ വാല്യൂസ് മൊത്തം ഇങ്ങനെ ആയില്ലേ? ഓക്കെ ആണോ? ഇതിൽ ഇനി വേറെ ഡൗട്ടുകളും സംഭവങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ, characterizing schedules based on recoverability schedules of transaction. A schedule or a history S of n transaction T1, T2, Tn is an ordering of the operations of the transactions. അതായത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓർഡറിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. Operations from different transaction can be interleaved in a schedule F. അതായത് നമുക്ക് ഇങ്ങനെ ഇടയിലായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. However, for each transaction Ti that participates in a schedule S, the operation Ti in S must appear in the same order in which they occur in Ti. Okay, same orderലായിരിക്കണം വരേണ്ടത്. The order of operations in S is considered to be total ordering. ഈ എസ്സിലെ ഓപ്പറേഷനെ നമ്മൾ പറയുന്നത് എന്താണ്, ടോട്ടൽ ഓർഡറിംഗ് എന്നാണ് പറയുന്നത്. മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് ഫോർ എനി ടു ഓപ്പറേഷൻ, 2 ഓപ്പറേഷൻ ഉണ്ട് ഇൻ എ ഷെഡ്യൂൾ, 1 മസ്റ്റ് ഒക്കർ ബിഫോർ ദ അതർ. ആദ്യം ഇതാണ് വന്നതെങ്കിൽ ആദ്യം എ തന്നെ നടക്കണം, അതിനെയാണ് ടോട്ടൽ ഓർഡറിംഗ് എന്ന് പറയുന്നത്. It is possible theoretically to deal with schedules whose operations form partial orders. Theoretically നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും പാർഷ്യൽ ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ, ബട്ട് പ്രാക്ടിക്കലി അത്ര ഇതല്ല. Shorthand notation of describing a schedule uses the simple B, R, W, E, C, A. ഇവിടെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബിഗിനിങ് ട്രാൻസാക്ഷൻ. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഐറ്റം, ഡബ്ല്യു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റൈറ്റ് ഐറ്റം. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ട്രാൻസാക്ഷൻ. സി എന്ന് പറഞ്ഞാൽ കമ്മിറ്റ് ചെയ്യുക, അബോട്ട് എന്ന് പറഞ്ഞാൽ എ ആയിട്ടാണ് വരുന്നത്. ആൻഡ് അപ്പൻഡ് ആസ് ദ സബ്സ്ക്രിപ്റ്റ് ദ ട്രാൻസാക്ഷൻ ID to each operation in the schedule. In this notation, the database item X is read or write follows the read and write operation in the parenthesis. Okay, 2 operations in a schedule said to be conflict. Eppala conflict aava, it satisfies all 3 following conditions. If they belong to different transaction. ഇതെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ട്രാൻസാക്ഷനിലാണ് ഇരിക്കുന്നത് എങ്കിൽ, ഇതെന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞ സെയിം ഐറ്റത്തിനെയാണ്
ആക്സസ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഓപ്പറേഷൻ ഇസ് റൈറ്റ് ഐറ്റം, ഒരെണ്ണമെങ്കിലും റൈറ്റ് ഐറ്റം ആയിരിക്കണം. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും റൈറ്റ് ഐറ്റം ആയിരിക്കണം. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കണം, രണ്ടും സെയിം ഐറ്റത്തിന് ആയിരിക്കണം ആക്സസ് ചെയ്യേണ്ടത്, ഒരെണ്ണമെങ്കിലും റൈറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് കോൺഫ്ലിക്റ്റിൻ്റെ കണ്ടീഷൻ കേട്ടോ. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളൂ കേട്ടോ. That is, two operations are conflicting if changing their order can result in the different outcome. Example, if we change the order of two operations R1 W2 to W2 R1, then the value of X that is read by the transaction 1 changes. നമ്മൾ ഈ ഓർഡർ ചേഞ്ച് ചെയ്യാൻ പാടില്ല, ബിക്കോസ് ഇൻ ദ സെക്കൻഡ് ഓർഡർ ദ വാല്യൂ X is changed by W2. എക്സിൻ്റെ വാല്യൂ W2 വെച്ച് മാറിയില്ലേ? ബിഫോർ ഇറ്റ് റീഡ് ചെയ്യുന്നതിന് മുമ്പേ ഇതിൽ മാറി. whereas in the first order the value is read before it is changed. ചേഞ്ച് വരുത്തുന്നതിന് മുമ്പാണ് ഇവിടെ റീഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയണത്? റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയണത്. എന്താ പറയാ? റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ്. ഓക്കെ, അതർ ടൈപ്പ് എന്ന് പറയുന്നതാണ് റൈറ്റ് റൈറ്റ് കോൺഫ്ലിക്റ്റ്. അടുത്തത് എന്താണ്? റൈറ്റ് റൈറ്റ് കോൺഫ്ലിക്റ്റ്. ഇതെന്താ സംഭവം? W1 W2 to W2 W1. For the right conflict, the last value of X will differ because in case 1 it is written by T2. T2 ആണ് ഇവിടെ റൈറ്റ് ചെയ്തേക്കണത്, റൈറ്റ് T2. അതേസമയം മറ്റേതിൽ ആരാ റൈറ്റ് ചെയ്തേക്കണേ? T1 ആണല്ലേ. സോ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. നോട്ടീസ് ദാറ്റ് ടു റീഡ് ഓപ്പറേഷൻസ് ആർ നോട്ട് കോൺഫ്ലിക്റ്റിംഗ് ബിക്കോസ് ചേഞ്ചിങ് ദെയർ ഓർഡർ മേക്ക് നോ ഡിഫറൻസ് ഇൻ ദ ഔട്ട്പുട്ട്. എന്തുകൊണ്ടാണ് റീഡ് കോൺഫ്ലിക്റ്റ് ഇല്ലാത്തത്? അതിൽ ചേഞ്ചസ് വരുത്തിയാലും ഔട്ട്കമ്മിൽ ഡിഫറൻസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാത്തത്. A schedule S in transaction T1, T2, Tn is said to be complete schedule if the following conditions holds. എപ്പോഴാണ് ഒരെണ്ണം കംപ്ലീറ്റ് ഷെഡ്യൂൾ ആവണം? The operation S is exactly those operations in T1, T2, Tn, including a commit or abort operation as the last operation of their transaction in the schedule. ഏറ്റവും അവസാനത്തെ എന്ന് പറയുന്നത് എന്തായിരിക്കണം? കംപ്ലീറ്റ് കമ്മിറ്റ് അല്ലെങ്കിൽ അബോർട്ട് ആയിരിക്കണം. ആദ്യത്തെ എന്ന് പറയുന്നത് അവസാനത്തെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്മിറ്റ് ഓർ അബോർട്ട് ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവാൻ പറയാം. ഫോർ എനി പെയർ ഓഫ് ഓപ്പറേഷൻ ഫ്രം ദ same transaction Ti, their relevant order of appearance in S is same as their order of appearance in Ti. Okay, എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് ലൈക്ക് പെയർ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡും റൈറ്റും വെച്ചിട്ട് വരേണ്ടതാണ്. ഓക്കെ, ഇവിടെ R1 W1 വരുന്നത് പോലെ തന്നെ ഇതിപ്പോൾ T1 ആണ്, ഇവിടെ T2 ആണ്. അങ്ങനെയാണെങ്കിൽ R2 W2 വെച്ച് വരുന്നതാണ് ഇത് ഈ കേസ് പറയുന്നത്. ഫോർ എനി ടു കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ വൺ ഓഫ് ദ ടു മസ്റ്റ് ഒക്കർ ബിഫോർ ദ അതർ ഇൻ ദ ഷെഡ്യൂൾ. ഓക്കെ, ഒരു ഏതെങ്കിലും രണ്ട് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട് നിൽക്കാം. ഓക്കെ, കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഉണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മറ്റതിനേക്കാൾ മുമ്പ് നടന്നിരിക്കണം. അതാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇറ്റ് വിൽ ഹാപ്പൻ നോർമലി. സോ ഈ മൂന്ന് കണ്ടീഷൻസ് എന്ന് പറയുന്നത് രണ്ട് നോൺ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ടു ഒക്കർ ഇൻ ദ ഷെഡ്യൂൾ വിത്തൗട്ട് ഡിഫൈനിങ് വിച്ച് ഒക്കർ ഫസ്റ്റ്. ഏതാണോ ഫസ്റ്റ് നടക്കണേന്ന് ഡിഫൈൻ ചെയ്യാണ്ട് നോൺ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നടക്കുന്ന കേസസിലാണ് ഇത് വരുന്നത്. ഈ മൂന്ന് കണ്ടീഷൻസ് അലോ ചെയ്ത് വിടുന്നു. ഹവർ total order must be specified in the schedule for any pair of conflicting operation and for any pair of operation from the same transaction. Okay, categorizing
schedules based on recoverability. അവരുടെ റിക്കവറബിലിറ്റിൻ്റെ ബേസിസിൽ നമ്മളിനി ഷെഡ്യൂൾ ചെയ്യാൻ പോകണം. For some schedules, it is easy to recover from the transaction and the system failure, whereas other schedules, the recovery process can be quite involved. ചിലത് ഈസി ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റും, ചിലത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. In some cases, it is not possible to recover completely after a failure. ചില കേസസിൽ നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരെ ഉണ്ടാവും. Hence, it is important to characterize the type of schedules for which the category is possible as well as those for which the category is relatively simple. So, നമ്മൾ ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഡെഫിനിഷൻ ഓഫ് റിക്കവറബിൾ ഷെഡ്യൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ therefore first one is recoverable schedule. A schedule S is recoverable if no transaction T is S commits until all transaction T dash that has written some item X and T reads all committed. Okay, അതായത് ടി ഡാഷ് കംപ്ലീറ്റ് ആവണതിന് മുമ്പ് ഇത് കമ്മിറ്റ് ആവരുത്. ഓക്കെ, എല്ലാ ടി ഡാഷത്തെ ഓപ്പറേഷൻസും കംപ്ലീറ്റ് ആയതിനു ശേഷം ഇത് ഇതാക്കിയതിന് ശേഷം ടി എന്ത് ചെയ്യുക, കമ്മിറ്റ് ചെയ്യുക. ഇവിടെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ടി ഡാഷ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ T2 എടുത്തേക്കാണ്. ഇതിന് ശേഷം ചെയ്തതിന് ശേഷം ഇത് കമ്മിറ്റ് ആവും. അതിനെയാണ് റിക്കവറബിൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, എ transaction T reads from the transaction T dash in a schedule as if some item X is the first written in T dash and later written T. അതായത് ടി ഡാഷ് ചിലത് റീഡ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ടിയിൽ റീഡ് ചെയ്യുന്നത്. ഇൻ അഡീഷണലി ടി ഡാഷ് ഷുഡ് നോട്ട് ഓൾവേസ് ബീൻ അബോർട്ടഡ് ബിഫോർ ടി. ടി അബോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ടി ഡാഷ് അബോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ടി അബോർട്ട് ചെയ്യാൻ പാടില്ല. അതായത് ഇവിടെ അബോർട്ട് എന്ന് പറഞ്ഞു വരാൻ പാടില്ല. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം ഇവിടെ കമ്മിറ്റ് ഓപ്പറേഷൻ വരേണ്ടത്. അതാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദർ should be no transaction that write after T dash writes it and before T reads it. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതിപ്പോൾ സീരിയൽ ഷെഡ്യൂളാണ്. സോ ഐ വിൽ റീഡ് A, B. ഇത് ഓർഡറിലാണ് പറഞ്ഞ് കാണിച്ചു തരാം. R1A, W1A, C1, R2B, W2B and C2. ഇതിനെയാണ് സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. എന്താ പറയുക ഇതിനെ? സീരിയൽ ഷെഡ്യൂൾ. അതായത് T1 മൊത്തം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് T2 സ്റ്റാർട്ട് ചെയ്യണത് തന്നെ. സി, T2 cannot start until T1 completes. ഇതിൽ ഇടയിൽ വെച്ച് വിട്ടുപോകുന്ന പരിപാടിയൊന്നുമില്ല. അതിനെയാണ് സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് പോസിബിൾ. R1 of A, R2 of B, W1 of A, W1 of A and C1, W2 of B and C2. ഇവിടെ R1 of A കഴിഞ്ഞിട്ട് R2 പോസിബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് T1 ആൻഡ് T2 എന്ന് പറയുന്നത് സെയിം ഡേറ്റയിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇത് കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണല്ലോ ഇത് കമ്മിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾ. Transaction processing system usually allows multiple transactions to run concurrently.
അതായത് T1ഉം T2ഉം ഒരേ സമയം നടന്നു പോകാൻ സമ്മതിക്കും. By allowing multiple transactions to run concurrently will improve the performance of the system in terms of increase throughput and increase the response time, but this causes several complications with consistency of the data. അതായത് ഇങ്ങനെ ഒരേ സമയം നമ്മൾ വിടുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് നമ്മുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും, അതേപോലെ തന്നെ ഓവറോൾ സിസ്റ്റം പെർഫോമൻസും അതേപോലെ തന്നെ നമ്മുടെ റെസ്പോൺസ് ടൈമും ഇൻക്രീസ് ചെയ്യും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഡേറ്റ കൺസിസ്റ്റൻസിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ensuring consistency in spite of the concurrent execution of transactions require extra work which is performed by the concurrency controller. ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നത് ആരാണ്? കൺകറൻസി കൺട്രോളറാണ്. ഓക്കെ, ഒരേ സമയം ഉണ്ടാക്കുന്നുള്ള പ്രശ്നങ്ങൾ. സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോഗ് ബേസ്ഡ് പ്രോട്ടോക്കോളിനെ പറ്റിയിട്ടാണ്. A lock is a kind of mechanism that ensures the integrity of the data is remained. Okay, lock എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ integrity keep on ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. Okay, it does that by locking the data while the transaction is running. Any transaction cannot read or write the data until it requires the appropriate lock. This type of protocol, any transaction cannot read or write the data until it requires the appropriate lock on it. രണ്ട് ടൈപ്പ് ഓഫ് ലോക്ക് ആണുള്ളത്. വൺ ഇസ് ഷെയർഡ് ലോക്ക് ആൻഡ് അടുത്തത് ഇസ് എക്സ്ക്ലൂസീവ് ലോക്ക്. രണ്ട് ടൈപ്പ് ആണുള്ളത്. വൺ ഇസ് ഷെയർഡ് ലോക്ക് ആൻഡ് രണ്ടാമത്തെ എക്സ്ക്ലൂസീവ് ലോക്ക്. ഇത് എക്സും ഇത് എസും ആണ്. ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ഷെയർഡ് ലോക്ക്. ഇതിനെ നമ്മൾ വേറൊരു പേരിൽ പറയുന്നത് എന്താണ്? റീഡ് ഓൺലി ലോക്ക് എന്നും പറയും. ഇൻ ദ ഷെയർഡ് ലോക്ക് ദ ഡേറ്റ ഐറ്റംസ് ക്യാൻ ഓൺലി റീഡ് ദ ട്രാൻസാക്ഷൻ. ഇതിൽ ഐറ്റം റീഡ് ചെയ്യാൻ മാത്രമേ, ഡേറ്റ ഐറ്റംസ് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. It can be shared between the transactions between when the transaction holds a lock. Okay, നമുക്ക് ട്രാൻസാക്ഷൻസ് ലോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രാൻസാക്ഷൻസ് നടത്താം. Then it can't update the data on the data item. പക്ഷേ ഡേറ്റ ഐറ്റത്തിൽ അപ്ഡേഷൻസ് നടത്താൻ പറ്റില്ല. Okay, data ഐറ്റത്തിൽ അപ്ഡേഷൻസ് നടത്താൻ പറ്റില്ല. Shared lock is placed when we are reading the data. Multiple shared locks can be placed on the data, but when a shared lock is placed, no exclusive lock can be placed. അതായത് ഷെയർഡ് ലോക്ക്, നമ്മൾ ഒരു ഡേറ്റ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വി ആർ റീഡിങ് എ ഡേറ്റ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർഡ് ലോക്സ്, അതായത് മൾട്ടിപ്പിൾ ഷെയർഡ് ലോക്സ് നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ ഒരു ഷെയർഡ് ലോക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഒരു എക്സ്ക്ലൂസീവ് ലോക്ക് അവിടെ കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. ടു അണ്ടർസ്റ്റാൻഡ് ദ ലോക്ക് മെക്കാനിസം നമുക്കൊരു കോൺഫ്ലിക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. യു ആൻഡ് യുവർ ബ്രദർ ഹാവ് ജോയിൻഡ് ബാങ്ക് അക്കൗണ്ട് ഫ്രം വിച്ച് യു ബോത്ത് ക്യാൻ വിഡ്രോ മണി. ഇത് ഞാനാണ്, ഇതെൻ്റെ ബ്രദറാണ്. ഞങ്ങൾക്ക് ജോയിൻറ്റ് അക്കൗണ്ടാണ്, രണ്ട് പേർക്കും മണി വിഡ്രോ ചെയ്യാം. നൗ ലെറ്റ്സ് സേ യു ബോത്ത് ഗോ ടു ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് ദ സെയിം ബാങ്ക്. ഓക്കെ, സെയിം ബാങ്ക് ആണ്, പക്ഷെ രണ്ട് സ്ഥലത്തു നിന്നാണ് നിങ്ങൾ പോണത്. ട്രൈ ടു വിഡ്രോ 5,000 rupees. യുവർ ജോയിൻറ്റ് അക്കൗണ്ട് ഹാസ് ഓൺലി 6,000 ബാലൻസ്. രണ്ടിലും കൂടിയിട്ട് 6,000 ഉള്ളൂ. ഓക്കെ, അതിൽ നിന്ന് എന്താണ് 5,000 പുറത്തെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ബാങ്കിൽ ഇപ്പോൾ എത്രയുണ്ട്? 1,000 ആണ്. നൗ ഇഫ് യു ഡോണ്ട് ഹാവ് കൺകറൻസി കൺട്രോൾ ഇൻ പ്ലേസ്, യു ബോത്ത് ക്യാൻ ഗെറ്റ് 5,000 rupees at the same time. ഓക്കെ, അതായത് നിങ്ങൾ രണ്ടുപേരും 5,000 പുറത്തെടുക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? കൺകറൻസി ഇല്ല എങ്കിൽ രണ്ടു പേർക്കും കിട്ടുമല്ലേ അറ്റ് ദ സെയിം ടൈം. ബട്ട് വൺസ് ബോത്ത് ട്രാൻസാക്ഷൻ ഫിനിഷ് ദ ബാങ്ക് അക്കൗണ്ട്, ബാലൻസ് എന്ന് പറയുന്നത് എന്തായി മാറും? രണ്ടുപേരും 5,000 പുറത്തെടുത്താൽ -4,000 ആവില്ലേ? വിച്ച് ഇസ് നോട്ട് പോസിബിൾ. ആൻഡ് അതെന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റൻസിക്ക് ലീഡ് ചെയ്യും. വി നീഡ് സംതിങ് that controls the transaction in such a way that allows the transaction to concurrently but maintain the consistency of data to
അവോയ്ഡ് സച്ച് ഇഷ്യൂസ്, അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? വി നീഡ് സിസ്റ്റം കൺട്രോൾ. അടുത്തത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് എക്സ്ക്ലൂസീവ് ലോക്കാണ്. In the exclusive law, the data item can both read as well as write the transaction. ഇതിൽ റൈറ്റ് ചെയ്യാനും പറ്റും, റീഡ് ചെയ്യാനും പറ്റും. If this lock is exclusive and in the lock multiple transactions do not modify the same data simultaneously. Multiple transactions എന്ന് പറയുന്നത് ഒരേ സമയം എന്ത് ചെയ്യില്ല, ഡേറ്റ മോഡിഫിക്കേഷൻ നടത്തില്ല. എക്സ്ക്ലൂസീവ് ലോക്ക് ഇസ് പ്ലേസ്ഡ് വെൻ വി നീഡ് ടു റീഡ് ആൻഡ് റൈറ്റ് ദ ഡേറ്റ. ദിസ് ലോക്ക് അലൗസ് ബോത്ത് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ. രണ്ടും ഓപ്പറേഷനും അലയും. വൺസ് ദിസ് ലോക്ക് ഇസ് പ്ലേസ്ഡ് ഓൺ ദ ഡേറ്റ, നോ അതർ ലോക്ക് ഷെയർഡോ എക്സ്ക്ലൂസീവോ ക്യാൻ ബി പ്ലേസ്ഡ് ഓൺ ദ ഡേറ്റ അണ്ടർ ദ ഈ എക്സ്ക്ലൂസീവ് ലോക്ക് റിലീസ് ആവുന്നത് വരെ നമുക്ക് ഷെയർഡോ അല്ലെങ്കിൽ മറ്റേതോ വെക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, when a transaction want to update the Steve's bank account, let it do be placed X lock on it, but if a second transaction want to be read on the data S lock നമുക്ക് ചെയ്യണം. പക്ഷെ ഇത് എന്ത് ചെയ്യില്ല, ഓൾറെഡി എക്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് എസ് ലോക്കിനെ അലോ ചെയ്യില്ല. ഇഫ് അനദർ ട്രാൻസാക്ഷൻ വാണ്ട് ടു റൈറ്റ് ഓൺ ദ എക്സ് ലോക്ക്, അതും അലോ ചെയ്യില്ല. ഈ ലോക്ക് റിലീസ് ആവുന്നത് വരെ എന്താണ്, എസ് ലോക്കും അലോ ചെയ്യില്ല, ഈ എക്സ് ലോക്കും അലോ ചെയ്യില്ല. അതാണ് പറഞ്ഞത് എക്സ്ക്ലൂസീവ്. അടുത്തതാണ് ലോക്ക് കോംപ്ലിസിറ്റി ഓഫ് മെട്രിക്സ്. Compatibility. If first two rows says S lock is placed and S lock can be acquired, so it is marked as true. രണ്ടിലും എസ് ലോക്ക് ഉണ്ട് പറയാണ്, അതുകൊണ്ട് അത് ട്രൂ ആയി. ഓക്കെ, എസ് വന്നപ്പോൾ ട്രൂ ആയി. ബട്ട് നോ എക്സ്ക്ലൂസീവ് ലോക്ക് ക്യാൻ ബി അക്വയർഡ്, സോ എസ് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താണ്, ഈ വരുത്താൻ പറ്റില്ല അല്ലേ. അപ്പൊ എന്താണ് അതെന്ന് പറയുന്നത് ഫോൾസ് ആയിട്ട്. ഓക്കെ, അടുത്തത് ഇൻ ദ സെക്കൻഡ് റോ നമ്മുടെ എക്സ്ക്ലൂസീവ് സാധനം ഇരിക്കുന്നുണ്ട്. ആൻഡ് അതിൽ ഈ എക്സ്ക്ലൂസീവിന്റെ പ്രത്യേകത എന്താ, രണ്ടും നടക്കില്ല. ഓക്കെ, ഇവൺ ഇഫ് ഇറ്റ് ഇസ് എസ്, ഇവൺ ഇഫ് ഇറ്റ് ഇസ് ഇ, രണ്ടും നടക്കാത്തൊരു സാധനം. സോ ഇതെന്ന് പറയുന്നത് ഫെയിൽ. ആകെ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ലോക്ക് എന്ന് പറയുന്നത് എസ് എസ് ആണ് കേട്ടോ. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇപ്പം നമ്മൾ പഠിച്ചത് വൺ ഫേസ് ലോക്കിംഗ് ടെക്നിക്കാണ്. ഓക്കെ, വൺ ഫേസ് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടു ഫേസ് ആണ്. ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോക്കോളിൽ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. In two-phase locking protocol, the locking and unlocking of the data item is done in two phases. ഒന്നെന്ന് പറയുന്നത് ഗ്രോയിങ് ഫേസും മറ്റേതെന്ന് പറയുന്നത് സ്ട്രിങ്കിങ് ഫേസും. ഗ്രോയിങ് ഫേസും മറ്റേതെന്ന് പറയുന്നത് സ്ട്രിങ്കിങ് ഫേസും. ഗ്രോയിങ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദിസ് ഫേസ് ദ ലോക്ക് ആർ അക്വയർഡ് ഓൺ ദ ഡേറ്റ ഐറ്റം ബട്ട് നോട്ട് ഓൺ ദ അക്വയർഡ് ലോക്ക്. ഇതെന്ന് പറയുന്നത് ഡേറ്റ ഐറ്റത്തുമെയാണ് ഇതുണ്ടാവുന്നത്, അല്ലാതെ അക്വയർഡ് ആയിട്ടുള്ള ലോക്കുമേ അല്ല. ക്യാൻ ബി റിലീസ്ഡ് ഇൻ ദിസ് ഫേസ്. ഓക്കെ, ഇതിൽ അക്വയർഡ് ആയിട്ടുള്ള ലോക്കിനെ നമുക്ക് ബട്ട് നൺ ഓഫ് ദ അക്വയർഡ് ലോക്ക് ക്യാൻ ബി റിലീസ്ഡ് ഇൻ ദ ഫേസ്. അതായത് ഇത് ഐറ്റത്തുമെയാണ് ലോക്കായിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ലോക്കും റിലീസ് ചെയ്യാൻ പറ്റില്ല. സ്ട്രിങ്കിങ് ഫേസ് എന്ന് പറയുന്നത് ദ എക്സിസ്റ്റിംഗ് ലോക്സ് ക്യാൻ ബി റിലീസ്ഡ് ഇൻ ദിസ് ഫേസ് ബട്ട് നോ ന്യൂ ലോക്സ് ക്യാൻ ബി അക്വയർഡ് ഇൻ ദിസ് ഫേസ്. നമ്മുടെ ഓൾറെഡി ഉള്ള സാധനങ്ങളെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ പുതിയ ലോക്കുകളെ കൊണ്ടുവന്ന് അക്വയർ ചെയ്യാൻ പറ്റില്ല. ഗ്രോയിങ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോക്സ് എന്ന് പറയുന്നത് ഡേറ്റ ഐറ്റത്തിനെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഒരു ലോക്കും റിലീസ് ചെയ്ത് കളയാൻ പറ്റില്ല. സ്ട്രിങ്കിങ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെന്ന് പറയുന്നത് എന്താ പറയണേ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോക്സ് നമുക്ക് റിലീസ് ചെയ്ത് കളയാം, പക്ഷെ പുതിയ ലോക്സ് കൊണ്ടുവരാൻ പറ്റില്ല. ദ എബവ് ഫേസ് ഇൻ ദ DBMS ഇസ് ഡിറ്റർമൈൻഡ് ബൈ സംതിങ് കോൾഡ് ലോക്ക് പോയിന്റ്. ഇതിനെന്താ പറയാ, ലോക്ക് പോയിന്റ് വെച്ചിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. ലോക്ക് പോയിന്റ് ഇസ് ദ പോയിന്റ് വെർ എ ട്രാൻസാക്ഷൻ ഹാസ് അച്ചീവ്ഡ് ഇറ്റ്സ് ഫൈനൽ ലോക്ക്. ഏറ്റവും ഫൈനൽ ലോക്ക് അച്ചീവ് ചെയ്ത പോയിന്റിനെയാണ് ലോക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ദ പോയിന്റ് വെർ ദ ഗ്രോയിങ് ഫേസ് എൻഡ്സ് ആൻഡ് ദ ഗ്രോയിങ് ഫേസ് അവസാനിച്ച്
വാട്ട് സ്ട്രിങ്കിങ് ഫേസ് തുടങ്ങുന്ന ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത് ലോക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഭാഗം നോക്ക്, ആദ്യം തുടങ്ങി, എന്നിട്ട് ഇവിടെ ലോക്ക് അക്വയർ ചെയ്തു, ഇവിടെയും ലോക്ക് അക്വയർ ചെയ്തു. ഇതെന്ന് പറയുന്നതാണ് ഇവിടെ നമ്മുടെ ഗ്രോയിങ് ഫേസ് ആണ്. ഇത് നമ്മുടെ ഗ്രോയിങ് ഫേസ് ആണ്. അവിടെ ഇതുണ്ട്, ഗ്രോയിങ് ഫേസ് ആണ്. ഓക്കെ, ഇവിടെയാണ് ഓപ്പറേഷൻ നടക്കുന്ന ഭാഗം. ഇതിപ്പോൾ ലോക്ക് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ലോക്ക് ആയി ഇരിക്കുന്ന ഇതിനെയാണ് ലോക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലോക്ക് പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്താണ് അങ്ങോട്ട് റിലീസ് ചെയ്ത് പോവാണ്. ഇതിനെയാണ് സ്ട്രിങ്കിങ് ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദ ഫോളോയിങ് എക്സാമ്പിൾ ഓഫ് T1 T2 റണ്ണിങ് കൺകറന്റ്ലി. So transaction 1. In this example, growing phase T1 from step 1 to step 5. Okay, ഈ സ്റ്റെപ്പ് 5 വരെ എന്ന് പറയുന്നത് എന്താണ്? ഗ്രോയിങ് ഫേസ് ആണ്, റൈറ്റ്? ഇനി ട്രാൻസാക്ഷൻ 2ന്റെ ഭാഗത്തിൽ സ്റ്റെപ്പ് 2 ടു സ്റ്റെപ്പ് 10 എന്ന് പറയുന്നത് സ്ട്രിങ്കിങ് ഫേസ് ആണ്. സ്റ്റെപ്പ് 2 ടു സ്റ്റെപ്പ് 10 എന്ന് പറയുന്നത് സ്ട്രിങ്കിങ് ഫേസ് ആണ്. ഓക്കെ, ഇനി സ്ട്രിക്റ്റ് 2 ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? ഓക്കെ, ഈ ഭാഗത്ത് കണ്ടോ, ഈ അൺലോക്ക് ചെയ്യുന്നത്, ഇത് സ്ട്രിങ്ക് ചെയ്യുക, ഇതുണ്ടോ? ഓക്കെ, വെയിറ്റ്, ദാറ്റ്സ് നോട്ട് സ്ട്രിങ്കിങ് കേട്ടോ, സം മിസ്അണ്ടർസ്റ്റാൻഡ്. ഈ എക്സാമ്പിൾ പറയണത് ഇതാണ്, ഈ ഭാഗം ഗ്രോയിങ്ങും ഇതെന്ന് പറയുന്നത് സ്ട്രിങ്കിങ്ങും ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ആൻ എക്സാമ്പിൾ. ഇനി ഇപ്പൊ നമ്മൾ 1 ഫേസിന്റെ സ്ട്രിക്റ്റ് 2 ഫേസിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇതാണ് നമ്മൾ പഠിക്കുന്നത്. സ്ട്രിക്റ്റ് 2 ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ ആണ് പറയണത്. ഇതില് ഇറ്റ് ഇസ് സംവാട്ട് ലൈക്ക് 2PL. ഇതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്ട്രിങ്കിങ് ഫേസ് ഉണ്ടാവില്ല, ഗ്രോയിങ് ഫേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദിസ് പ്രോട്ടോകോൾസ് റിലീസ് ഓൾ ദ ലോക്സ് ഓൺലി ആഫ്റ്റർ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയി നടന്നു കഴിഞ്ഞാൽ എല്ലാ ലോക്സും റിലീസ്. ആൻഡ് യൂസ് ടു കമ്മിറ്റ് സ്റ്റേറ്റ്മെന്റ് ടു മേക്ക് ദ ചേഞ്ചസ് പെർമനന്റ് ആക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റ് നമ്മൾ യൂസ് ചെയ്യും. സിയിലെ കമ്മിറ്റ് യൂസ് ചെയ്യും. ദിസ് ഡസൻറ്റ് റിലീസ് ലോക്സ് ആഫ്റ്റർ പെർഫോമിങ് ആൻ ഓപ്പറേഷൻ ഓൺ ദ ഡേറ്റ ഐറ്റം. ഡേറ്റ ഐറ്റത്തിൽ ഒരു സാധനം ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി പറഞ്ഞിട്ട് അതിൽ ലോക്ക് റിലീസ് ചെയ്യില്ല. ഇറ്റ് റിലീസ് ഓൾ ലോക്ക് അറ്റ് ദ സെയിം ടൈം വൺസ് എ ട്രാൻസാക്ഷൻ കമ്മിറ്റ് സക്സസ്ഫുള്ളി. എല്ലാം സക്സസ്ഫുള്ളി കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ മൊഡ്യൂൾ 3 ബൈ ദിസ് ഇറ്റ് കംപ്ലീറ്റ്. സോ താങ്ക് യു.